അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സിലോട്ട് കടക്കാൻ പോവാണ്. അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സ് നൽകുന്നതിനായിട്ട് ഞാൻ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ. ഞാൻ നമുക്ക് ഈ അവാർഡുകൾ നൽകാനായിട്ട് നമ്മുടെ സ്പോൺസറും ഒപ്പം നമുക്ക് ഒരുപാട് സപ്പോർട്ട് നൽകുന്നതുമായിട്ടുള്ള സെറഫിൻ ദേവ് ഇംപെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുറച്ചുകൂടി എടുത്തു പറഞ്ഞാൽ ദേവ് സ്നാക്സ്, ദേവ് സ്നാക്സിന്റെ MD ഡോക്ടർ റോണക്കിനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. ഡോക്ടർ റോണക്, അഗൈൻ താങ്ക്സ് അലോട്ട് ഫോർ ദ കണ്ടിന്യൂഡ് സപ്പോർട്ട്. തീർച്ചയായും അദ്ദേഹത്തിന് നമുക്ക് നൽകുന്ന സപ്പോർട്ടിന്, അമൃത TVക്ക്, നമ്മുടെ അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സിന് നൽകുന്ന സപ്പോർട്ടിന് ഒരു സ്നേഹോപഹാരം. നമ്മൾ അടുത്ത കൊടുക്കാൻ പോകുന്ന അവാർഡ് സ്റ്റാറാണ്, സോഷ്യൽ മീഡിയയിലെ താരം. ഫോളോവേഴ്സ് മാത്രമല്ല, അത് തീർച്ചയായും ആ ഫോളോവേഴ്സിൻ്റെ അടുത്ത് എൻഗേജ് ചെയ്യുന്ന രീതി, കൊടുക്കുന്ന കോണ്ടന്റ്, എന്തിന് അവരുടെ ലൈഫ് എത്രത്തോളം ഫോളോ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രൈറ്റീരിയ വെച്ചാണ് നമ്മൾ സോഷ്യൽ മീഡിയ സ്റ്റാറിനെ തിരഞ്ഞെടുത്തേക്കുന്നത്. 2 പേർക്കുണ്ട് അവാർഡ്. ആദ്യത്തെ അവാർഡ് നമുക്ക് ആദ്യം കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് GP എന്നാണ്. ഗോവിന്ദ് പത്മസൂര്യ, വീഡിയോ പ്ലീസ്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തിളങ്ങുന്ന അസാധാരണ സാന്നിധ്യം. ആക്ടർ, ആങ്കർ, എന്റർടൈനർ എന്നിവ ചേർന്ന ഒരൊറ്റ പവർ പാക്ക്. തന്റെ സ്വാഭാവികമായ ചിരിയും കരിഷ്മയും കൊണ്ട് ഷോ ഹോസ്റ്റിംഗിനൊരു പുതിയ വൈബ് നൽകിയ അവതാരകൻ. ഓരോ വേദിയും തന്റെ എനർജിയാൽ ജീവസുറ്റതാക്കി മാറ്റുന്ന താരം. സ്വന്തം ജീവിതത്തിലേക്ക് ക്യാമറ തിരിച്ചുവെച്ച് ചിത്രീകരിച്ച വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയിലും ആരാധകരെ നേടിയ ഇൻഫ്ലുവൻസർ. അടയാളങ്ങളിലെ നായകനിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച് അഭിനയത്തിലും അവതരണത്തിലും സ്വന്തം സ്റ്റൈലും സ്റ്റാൻഡേർഡും അടയാളപ്പെടുത്തിയ പ്രേക്ഷകരുടെ സ്വന്തം GP. സോഷ്യൽ മീഡിയ സ്റ്റാർ 2025 ഗോവിന്ദ് പത്മസൂര്യ. Ladies and gentlemen, please put your hands together and welcome our own Govind Padmasurya. തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കിട്ടിയ അവാർഡ് കിട്ടിയ ആളെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ അവാർഡ് കൊടുത്ത് ഒതുക്കിയത്. അല്ലൂർജിന് അറിയേണ്ട ആളെയായിരുന്നു. ആദ്യത്തെ 2 പടം കഴിയുമ്പോ നേരെ പിടിച്ച് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഒന്ന് ഒതുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പലപ്പോഴും വഴി തെറ്റിപ്പോകുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് വളരെ സുന്ദരമാവാറുണ്ട്. അല്ലെങ്കിൽ വളരെ കുറച്ചും കൂടെ പോസിറ്റീവായി പറഞ്ഞു കഴിഞ്ഞാൽ വീണടം വിഷ്ണുലോകം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാനൊരു TV ആങ്കർ ആവുന്ന അങ്ങനെയാണ്. ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നു, അവിടെ അവർ എന്നെ കണ്ട് ടെലിവിഷൻ ആങ്കർ ആവാൻ ക്ഷണിക്കുന്നു. എൻ്റെ സിനിമയേക്കാൾ കൂടുതൽ എൻ്റെ ആ ഷോ പോപ്പുലർ ആവുന്നു. എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ മീഡിയയിലേക്കുള്ളൊരു എൻട്രിയും അങ്ങനെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ 2020 അല വൈകുണ്ഠപുരമുലു ചെയ്ത സമയത്ത് ആ സിനിമ ഒരു ഗംഭീര ഡെബ്യൂ ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമ ചെയ്ത് കഴിഞ്ഞ് 3 സിനിമ ഒപ്പം സൈൻ ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും സിനിമയിൽ ഒരു സെറ്റിൽ നിന്നും ഈ ധ്യാനയൊക്കെ പോലെ അടുത്ത സെറ്റിലേക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല. വലിയ ഗ്യാപ്പുകൾക്ക് ശേഷമാണ് എനിക്കെപ്പോഴും സിനിമ കിട്ടാറ്. അപ്പോൾ ആദ്യമായിട്ട് വൈകുണ്ഠപുരം കഴിഞ്ഞപ്പോൾ 3 സിനിമ ബാക്ക് ടു ബാക്ക് സൈൻ ചെയ്യുന്നു. ഇതെല്ലാം ഫെബ്രുവരി 2020. മാർച്ച് 2020 ലോക്ക്ഡൗൺ സംഭവിക്കുന്നു. എല്ലാം ശുഭം. അപ്പോൾ പിന്നെ ഏപ്രിൽ മെയ് സമയങ്ങളിൽ എന്ത് ചെയ്യും, വാട്ട് നെക്സ്റ്റ്? കാരണം എനിക്കാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്നൊരു ശീലമില്ല. എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ തോന്നിയൊരു കുസൃതിയായിരുന്നു ജൂൺ 16 എൻ്റെ ബർത്ത്ഡേ സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാളെ ഹാപ്പി ആക്കിയിട്ട് ഇന്ന സാധനം ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കൊരു വീഡിയോ അയച്ചു തരുമെന്ന്. ഞാൻ അതിന് GP ഐ മെയ്ഡ് സമ്മൺ ഹാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിനായിട്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. എനിക്കൊരു 10-500 വീഡിയോ വന്നു. എൻ്റെ 2ാമത്തെ വീഡിയോ ഈ 500 വീഡിയോ കമ്പൈൽ ചെയ്തുകൊണ്ടുള്ള സാധനങ്ങളാണ്. തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചിരുന്നു. ഇത്തവണത്തെ ഒരു വേതനം ഞങ്ങൾ ഇന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു. സോ അതെൻ്റെ ഒരു റിയലൈസേഷൻ പോയിന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ ട്രൈ ചെയ്തു. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദാറ്റ്. ഓൾമോസ്റ്റ് ഞാൻ 150 മില്യൺ വ്യൂസ് ആ യൂട്യൂബ് ചാനലിൽ ഉണ്ടാക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ
മലയാളമായിട്ടുള്ള കണക്ട് എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ ഈ ഡിജിറ്റൽ മീഡിയയിലാണ്. അളിയൻ ഇപ്പോഴും മലയാളം മറന്നില്ലല്ലോ എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം മലയാളികളുമായി കണക്ട് നഷ്ടപ്പെട്ട് മലയാള ഭാഷ മറന്നില്ലല്ലോ. അതാ തെലുങ്കിൽ എത്രയും busy ആയതുകൊണ്ടാണ്. അതുകൊണ്ടായിരിക്കും, അത് മനസ്സിലാക്കണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കും. കൊറോണ സമയത്താണെന്ന് തോന്നുന്നു ഒരു ദിവസം ഭാര്യ അങ്ങനെ GP ഫോളോവർ ആണ്, അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് GPയുടെ കൊറോണ സമയത്ത് കാണുന്നു. രാവിലെ അളിയൻ ജിമ്മിൽ പോകുന്നു, ഷൂട്ടിന് പോകുന്നു, അതിനിടയിൽ പട്ടാമ്പി വീട്ടിൽ പോയി. കറക്റ്റ് അല്ലേ? വീട്ടിൽ കാരണം എന്റെ ലൈഫ് മാറ്റിയത് ആ വീഡിയോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് കണ്ണൂര് ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിന് പോകുന്നു. രാത്രി ലേറ്റ് നൈറ്റ് വരെ ഷൂട്ട് കഴിഞ്ഞിട്ട് അളിയൻ തിരിച്ച് ഡ്രൈവ് ചെയ്ത് എറണാകുളത്തേക്ക് വരുന്നു. വന്നിട്ട് രാത്രി ഹോളിഡേ ഇന്നിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് രാത്രി കഥ കേൾക്കുന്നു. കാരണം ഈ കൊറോണ സമയത്ത് എന്റെ ഭാര്യ പറഞ്ഞു, കണ്ടില്ലേ, ബി ലൈക്ക് GP. നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത് മനുഷ്യ? രാവിലെ എഴുന്നേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. GPയെ കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ധ്യാൻ ശ്രീനിവാസന്റെ കാരണം ആ വീഡിയോ ആണ്. ഞാൻ മലയാള സിനിമയിൽ ഇത്രയും സജീവമാകാൻ കാരണം, ഇത്രയും സിനിമ നിങ്ങൾ എന്നെ വെറുക്കാൻ കാരണം, ഒരിക്കലും എന്നെ വെറുക്കരുത്, ഈ GP വൃത്തികെട്ട കാരണമാണല്ലേ. കരയണോ ചിരിക്കണോ അറിയാത്ത അവസ്ഥയായി. ഇത്രയും തിരക്കുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ തിരിച്ച് ധ്യാനം എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ ഒരു ഷൂട്ട്, ഉച്ചയ്ക്ക് ഒരു ഷൂട്ട്, ഇതിനിടയ്ക്ക് ഹോളിഡേയിൽ കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതല്ല, ഇപ്പൊ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോലും സമയമില്ല, അങ്ങനെ തിരക്കായി പോയി. പക്ഷെ ധ്യാൻ ഈ കിട്ടിയ അവാർഡിന്റെ അത്ര തന്നെ സന്തോഷമായിട്ടോ. ധ്യാൻ അതെങ്ങനെ ഓർത്തെടുത്ത് നമ്മൾ ചെയ്തൊരു സംഭവം ഇങ്ങനെ ഇത്രയും ടൈം ലൈൻ. അവരുടെ ഇപ്പൊ കഴിഞ്ഞ അഭിജിത്ത് GP, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഇപ്പൊ കഴിഞ്ഞ അന്റാർട്ടിക്ക യാത്ര വരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും കഴിഞ്ഞ എവിടുന്നാണോ എനിക്ക് ഇതിനൊക്കെ സമയം. GPയുടെ ഓരോ നീക്കവും ഞാൻ വാച്ച് ചെയ്തു. താങ്ക് യു അമൃത TV, താങ്ക് യു സോ മച്ച്. അമൃത TV ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ പൂർണ്ണമായിട്ട് ഇരുന്ന് എൻ്റെ അടുത്ത് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് റിയാലിറ്റി ഷോസും TV ഒക്കെ എപ്പോഴും കാണാറുണ്ടോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു TV ഓഡിയൻ ആയിരുന്നില്ല. ക്രിക്കറ്റ് കാണാനും സിനിമ കാണാനും മാത്രം TV വെച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു. എങ്ങനെയോ വഴിതെറ്റി ടെലിവിഷനിലേക്ക് വന്നതാണ്. പക്ഷെ ഞാൻ കുറച്ചെങ്കിലും എനിക്ക് കണ്ട് ശീലമുള്ള ഒരേ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് അമൃതയിലെ സംഗീതം ജോബും ഒക്കെ ചെയ്ത ആ സമയത്ത് സൂപ്പർ സ്റ്റാർ എന്നുള്ള റിയാലിറ്റി ഷോ ആണ്. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അതായിരുന്നു എൻ്റെ ഏക ഒരു റിയാലിറ്റി ഷോ റെഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ആദ്യമായിട്ട് അടയാളങ്ങൾ 2008 അടയാളങ്ങൾ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വിളിക്കുമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് പോകുന്നത് അമൃത ടീമിയുടെ സൂപ്പർ ഡാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയിലാണ്. അന്ന് ചെറിയ കുട്ടിയായിട്ട് സാനിയ അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു ഷോയിലോട്ടാണ് ഞാൻ ഇപ്പോഴും ആ കുട്ടി ചെറുതാണെന്ന് മനസ്സിലാക്കണം, അതാണ് വേണ്ടത്. താങ്ക്സ് എ ലോട്ട്. Thank you for the support. Thank you for the support from Dave Snacks. Thank you.